എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം അസ്ന. ഞാനിവിടെ ജപ്പാനിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 4-4.5 മാസമായി. ഞാൻ നാട്ടിലാണ് പഠിച്ചതൊക്കെ, പിന്നെ ജോലി പ്ലേസ്മെൻറ്റ് ഇവിടെ കിട്ടി. അങ്ങനെ ജപ്പാനിൽ ഇപ്പോൾ ഇവിടെ വന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് ഒരുപാട് പേര് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഹോം ടൂർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഹോം ടൂർ എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യാം എന്നൊക്കെ പറയുമെങ്കിലും ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ച് വെച്ചിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഹോം ടൂർ എന്ന് പറയുന്നത്. എന്തോ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വീണ്ടും ഒരുപാട് കമൻസ് വരുമ്പം അതിനെ മാനിക്കാണ്ടിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഹോം ടൂർ ചെയ്യുന്നത്. അപ്പോൾ മാത്രമല്ല, ഇന്നൊരു ചുരിദാറൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ആക്ച്വലി ഞാനിവിടെ ഇതിടാനുള്ളൊരു സിറ്റുവേഷനൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ നമ്മൾ മലയാളികളാണ്, എൻ്റെ വ്യൂവേഴ്സും മലയാളികളാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഔട്ട്ഫിറ്റിലൊക്കെ. പിന്നെ എനിക്കൊരു ആഗ്രഹമൊക്കെ തോന്നാൻ തുടങ്ങി ചുരിദാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഈ ഒരു ഔട്ട്ഫിറ്റിൽ വന്നിട്ടുള്ളത്. പിന്നെ പറയുന്നതാണെങ്കിൽ ഇവിടെ ഇപ്പം സ്നോ ആണ്. ഇന്ന് കുറച്ചൊരു സണ്ണി ആയിട്ടുള്ളൊരു ഡേ ആവുന്നത് കൊണ്ടും പിന്നെ സ്നോ ഒക്കെ ഉരുകി പോകാൻ തുടങ്ങി. കണ്ടോ, ബാക്കിലൊക്കെ ഉരുകി ഏകദേശം ഇല്ലാണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡേ ഒക്കെ ആയതുകൊണ്ട് നല്ലൊരു ഡേ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഹോം ടൂർ ചെയ്യുന്നത്. പിന്നെ വേറൊരു എന്താ പറയുക, ഒരു പ്രിക്കോഷൻ പോലെ പറയാനുള്ളത്, ഞാനിങ്ങനെ റൂമൊക്കെ ഭയങ്കര എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ഒന്നും ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളൊന്നും അല്ല. ഇനി ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത്ര കാലം എനിക്ക് അങ്ങനത്തെ ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഒന്ന് സെറ്റിൽ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. 4-4.5 മാസമല്ലേ ആയിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ഒറ്റ സിംഗിൾ ലൈഫ് ജീവിക്കുന്ന, ഈ റൂമിൻ്റെ അകത്ത് ജീവിക്കുന്ന എനിക്ക് അതിനുള്ളൊരു മൂഡൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ ഏകദേശം ഓക്കെ ആയതുകൊണ്ട് ഇനി നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അത് നമുക്ക് വീഡിയോ ഒക്കെ ആയിട്ട് ഇടയൊക്കെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഹോം ടൂർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു 4 സ്റ്റോറി അപ്പാർട്ട്മെൻറ്റിലാണ്. ഇവിടെ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, ഫോർത്ത് ഫ്ലോർ അങ്ങനെയാണ് പറയുക ജപ്പാനിൽ. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നൊരു ഫ്ലോർ ഇല്ല, അങ്ങനെയാണ്. പിന്നെ ഞാനിപ്പോൾ ആദ്യം കാണിച്ചു തരാൻ പോകുന്നത് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മുടെ റൂമിൽ ആക്ച്വലി നമുക്ക് ഉള്ള വേസ്റ്റുകളൊക്കെ ഒരു കവറിലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യണം. ശേഷം ഇവിടുന്ന് സിറ്റിൻ്റെ ആൾക്കാർ വന്നിട്ട് ഇത് കളക്ട് ചെയ്ത് കൊണ്ടുപോകാറാണ് ചെയ്യുക. അത് നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ ഇടാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കവറുണ്ട് ഇവിടെ. ഈ കവറുകളൊക്കെ വാങ്ങാൻ കിട്ടുന്നത് ഇവിടുത്തെ ഗ്രോസറി ഷോപ്പിൽ നമുക്ക് കിട്ടും. അതായത് ഞാൻ നിൽക്കുന്നത് യൊനാഗോയിലാണ്, തൊത്തൂരി പ്രിഫെക്ചറിലെ യൊനാഗോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ യൊനാഗോ സിറ്റിയുടെ ഒരു കവർ, അതായത് വേസ്റ്റ് ഇടാനുള്ളൊരു കവർ ഉണ്ടാവും. അപ്പോൾ ഓരോ സിറ്റിക്കും അങ്ങനത്തെ ഓരോ കവർ ഉണ്ട് ഇവിടെ. അപ്പോൾ ആ കവറിൽ വേണം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ. അങ്ങനത്തെ കവറിൽ ഡെപ്പോസിറ്റ് ചെയ്ത വേസ്റ്റ് മാത്രമാണ് ഇവിടുന്ന് വേസ്റ്റ് കളക്ട് ചെയ്ത് കൊണ്ടുപോകുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണെങ്കിൽ പ്ലാസ്റ്റിക്സ് ഇടാൻ സെപ്പറേറ്റ് കവർ ഉണ്ട്. ഓരോരോ കളറിലുള്ള കവറാണ്. അപ്പോൾ അങ്ങനെ ഓരോ കവേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ വേണം നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ. അപ്പോൾ ആദ്യം ഞാൻ അത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ പുറത്താണ് അതുള്ളത്, നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. സ്നോ ആണ്, പക്ഷെ എല്ലാം ഉരുക്കി തുടങ്ങി. അപ്പോൾ അവിടെയാണ് നമ്മുടെ വേസ്റ്റ് ഇടുന്ന ഏരിയ വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഇതൊക്കെ നമുക്ക് കാർ, അതായത് ഇപ്പോൾ നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്ന ആളുകൾക്ക് കാർ ഉണ്ടെങ്കിൽ അത് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് ഇങ്ങനെ. പിന്നെ ഇതിൻ്റെ ബാക്കിലും കുറച്ച് ഏരിയ ഉണ്ട്. എനിക്ക് പിന്നെ കാറും സൈക്കിളൊന്നും ഇല്ലാത്ത കാരണം എനിക്കൊന്നും പാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ സൈക്കിൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലം അതാണ് കേട്ടോ. എല്ലാവർക്കും പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അവിടെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ സൈക്കിളാണ് ഈ കാണുന്നതൊക്കെ. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ വേസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഒരു വേസ്റ്റും കാണില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ വേണം, അവിടെ എഴുതിയിട്ടുണ്ട് ഗോമി എന്ന്. നിങ്ങൾ ജാപ്പനീസൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗോമി എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഗോമി ഇടേണ്ട സ്ഥലം, അതായത് വേസ്റ്റ് ഇടേണ്ട സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, ഭയങ്കര ക്ലീനാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പറയും ഗവൺമെൻറ് ശരിയല്ല, അതുകൊണ്ട് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മോശമായി കിടക്കുകയാണെന്നൊക്കെ. അപ്പോൾ നമ്മളെപ്പോഴും ഗവൺമെൻറ്റിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇവിടുത്തെ ആളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അവരുടെ ഏരിയ എത്രത്തോളം ക്ലീനായി കിടക്കുന്നു, മറ്റുള്ളവരുടെ ഏരിയയിൽ എത്ര നമ്മൾ മോശമാക്കുന്നില്ല എന്നൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള ആളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ കണ്ടില്ലേ, ഒരൊറ്റ വേസ്റ്റ് നമുക്ക് കാണില്ല. ഇവിടെ പിന്നെ സിറ്റിൻ്റെ ആളുകൾ വന്നത് ക്ലീനൊന്നും ആക്കിയിട്ടൊന്നുമില്ല. ബട്ട് സ്റ്റിൽ കിടക്കുന്ന കണ്ടില്ലേ, അത്രയും ക്ലീൻ ആയിട്ടാണ് ഇവിടെ കിടക്കുക. ഇത് ഇവിടുത്തെ ആളുകളുടെ ഒരു പെക്യുലാരിറ്റിയാണ്. ഇത് നമ്മളൊക്കെ പഠിക്കേണ്ടതുമാണ്. ഇതാണ് സറൗണ്ടിങ്സ് ആയിട്ട് വരുന്നത്. നമുക്കിനി എൻ്റെ റൂമിലോട്ട് പോവാം. അപ്പോൾ 4th ഫ്ലോറിലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമുക്ക് 4th ഫ്ലോറിലോട്ട് പോവാം. ഓക്കെ, എന്നിട്ട് അവിടെ കാണിച്ചു തരാം. പറയാറില്ലേ, അതായത് കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ ആയിരുന്നു എൻ്റെ ജീവിതം എന്നൊക്കെ. അതുപോലെ ഇവിടെ മഞ്ഞിൽ നിറഞ്ഞ വഴിയിലൂടെയാണ് എൻ്റെ ജീവിതം. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിലോട്ട് പോവാം. ഓക്കെ,
ഇതാണ് നമ്മുടെ പോസ്റ്റ് ബോക്സ് ഒക്കെ. നമുക്ക് വരുന്ന എല്ലാ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ റൂം നമ്പർ 406 4th ഫ്ലോറിലെ. അപ്പോൾ 406 നമുക്ക് പോവാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഇന്ന് എന്തെങ്കിലും കത്തുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക ഇങ്ങനെയാണ്. അപ്പോൾ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മളിത് അടക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ വഴി വേണം ഇങ്ങനെ പോവാൻ. പിന്നെ സ്റ്റെയർ കയറിയിട്ടാണ് പോവുക. ഈ അപ്പാർട്ട്മെൻറ്റിൽ ലിഫ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെയർ കയറിയിട്ട് വേണം പോവാൻ. ഈ അപ്പാർട്ട്മെൻറ്റ് എനിക്ക് തന്നിട്ടുള്ളത് എൻ്റെ കമ്പനിയാണ്. ഓക്കെ, നല്ല വ്യൂ ആണ് കേട്ടോ. നിങ്ങൾ പല വീഡിയോസിലും ഈ വ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. നല്ല ഭംഗിയാണ് കാണാൻ. ഓക്കെ, അങ്ങനെ നമ്മൾ 4th ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. 4th ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കിതപ്പൊക്കെ ഉണ്ടാവും. അത്യാവശ്യം ഇങ്ങോട്ട് കയറി വരാനുണ്ട്. ഓക്കെ, പിന്നെ ആ കാണുന്നതാണ് മൗണ്ട് ഡൈസൺ. അതായത് ജപ്പാനിലെ ഒരു വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള മൗണ്ടെയിൻ ആണ്. അവിടെ നമുക്ക് സ്കീയിങ്ങിനൊക്കെ പോകാനൊക്കെ പറ്റും ഇപ്പോൾ, കാരണം സ്നോ ആണല്ലോ, അതുകൊണ്ട്. പിന്നെ അവിടെ അങ്ങേ അറ്റത്ത് ഫ്രണ്ടിൽ കാണുന്നതാണ് ജപ്പാൻ സീ ആണ്. അപ്പോൾ ഇവിടെ സീയും ഉണ്ട്, മൗണ്ടെയിനുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തണുപ്പാണ്. ബാക്കിയുള്ള ഏരിയനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ്. പിന്നെ നമ്മൾ നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇവിടുത്തെ റൂമുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 403 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 405 ആണ് വരിക. പിന്നെ 406, 407 അങ്ങനെയാണ് വരിക. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ 404 അല്ലെങ്കിൽ 4 എന്ന് പറയുന്ന നമ്പർ ജപ്പാനിൽ ഒരു ബാഡ് നമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് 4 എൻഡ് ചെയ്യുന്ന അങ്ങനത്തെ റൂം നമ്പേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമൊന്നും ജപ്പാനിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം. അപ്പോൾ തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച അതിങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ചു വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അങ്ങോട്ട് കയറണം. പിന്നെ ഇവിടുത്തെ ജാപ്പനീസ് വീടുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും ഓൾമോസ്റ്റ് എല്ലാ റൂമും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ കിച്ചൺ എന്നായിരിക്കും. പിന്നെ കിച്ചൺ കഴിഞ്ഞിട്ടാണ് നമ്മുടെ റൂം വരുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ ഈ സൈഡിൽ കാണുന്നത്, ഇവിടെ കാണുന്നത് ബാത്റൂമാണ്. പിന്നെ ഈ സൈഡിൽ കാണുന്നത് ടോയ്ലറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മെയിനായിട്ട് നമ്മുടെ സെറ്റപ്പ് ഉള്ളത്. വാതിൽ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷൂസ് ഒക്കെ വെക്കാനുള്ള ഒരു റാക്ക് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഷൂസ് ഒക്കെ വെക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഇതിൻ്റെ താഴെയും ഇതുപോലെ തന്നെയാണ്. ഞാൻ പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചൺ. ഓക്കെ, അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ കാണുന്നത് കിച്ചൺ ആണ്. ഓക്കെ, പിന്നെ ഇതൊക്കെ നമ്മുടെ സ്റ്റോറേജ് ഏരിയാസ് ആണ്, മേലെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ഉയരത്തിലാവുന്നത് കാരണം ആ ഇരിക്കുന്ന സ്റ്റൂൾ വെച്ചിട്ടാണ് ഞാൻ ഈ സാധനത്തിൽ നിന്ന് നമ്മുടെ പൊടികളും കാര്യങ്ങളൊക്കെ എടുത്ത് കുക്ക് ചെയ്യാറുള്ളത്. ഓക്കെ, പിന്നെ ഇത് ഫുഡ് റെഡി ആയിട്ടുണ്ട് ഇന്നത്തേക്കുള്ളത്. ഇന്ന് നമുക്ക് ബീഫ് ബിരിയാണിയാണ്. ഇതൊക്കെ നോർമൽ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ സാധനങ്ങൾ തന്നെയാണ്. പിന്നെ നമുക്കിവിടെ ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ എനിക്കൊരു ആഗ്രഹം വരുമ്പോൾ അൽഫാമൊക്കെ ഞാൻ ഇവിടെ തന്നെ ഗ്രില്ല് ചെയ്യാറുണ്ട്, കാരണം എനിക്കിവിടെ പുറത്തുനിന്ന് കിട്ടാത്തത് കാരണം. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ സിങ്കിൻ്റെ ഏരിയ. പിന്നെ നമുക്ക് മൈക്രോവേവ് അവൻ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു റൈസ് കുക്കർ. ആ കാണുന്നത് റൈസ് കുക്കറാണ്. ഈ റൈസ് കുക്കറിലാണ് നമ്മൾ റൈസൊക്കെ കുക്ക് ചെയ്യാറുള്ളത്. ഇവിടെ ജാപ്പനീസ് ഹൗസുകളിൽ മെയിനായിട്ട് റൈസ് കുക്കറിലാണ് കുക്ക് ചെയ്യാറുള്ളത്. പിന്നെ നമുക്കൊരു മിക്സി ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തിരിക്കുന്നതാണ് എയർ ഫ്രയർ. അപ്പോൾ അതിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഞാൻ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കാറുള്ളത്. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ മെയിൻലി നമുക്ക് ഞാൻ സ്നാക്സ് ഒക്കെ റീസ്റ്റോർ ചെയ്യാറുണ്ട് ഓരോ വീക്കും. അതൊക്കെ കാണുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ റൂമിലെ ഇലക്ട്രോണിക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഓഫീസിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നതാണ്. ഓക്കെ, പക്ഷെ ബാക്കി കാണുന്ന എല്ലാ ഫേർണിച്ചേഴ്സ് ആയിട്ടുള്ള ഐറ്റംസും ഞാൻ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ജപ്പാനിലോട്ടൊക്കെ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു പർച്ചേസ് ഒക്കെ ഫേർണിച്ചേഴ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് പോകും, കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമുക്ക് നാട്ടിലുള്ളതിൻ്റെ 4x എന്നൊക്കെ പറയാം, അത്രയും എക്സ്പെൻസീവ് ആണ് ഓരോ സാധനങ്ങളും. അപ്പോൾ നമുക്കത് എഫോർഡ് ചെയ്യുന്നത് തുടക്കത്തിൽ എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിലാണ് ഡിപ്പെൻഡ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് ഒരു മോശം കാര്യമായിട്ടൊന്നുമല്ല, അത് ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളുടെ പോലെയല്ല ഇവിടുത്തെ സാധനങ്ങൾ. നമുക്ക് ഫസ്റ്റ് യൂസ് ആണെന്നാണ് തോന്നുക. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് അവർ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ സെല് ചെയ്യുള്ളൂ. പിന്നെ അത് അത്രയും ക്ലീൻ ചെയ്തിട്ടുമാണ് സെല് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, വാങ്ങിയിട്ട് അതിൻ്റെ ടാഗൊന്നും കട്ട് ചെയ്ത് കളയാത്ത പോലത്തെ സാധനങ്ങൾ വരെ നമുക്ക് അവിടെ നിന്ന് കിട്ടാറുണ്ട്.
അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ജപ്പാനിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മെയിൻലി നമ്മൾ പുതിയ പുതിയ സാധനങ്ങളൊന്നും ഓർഡർ ചെയ്യും വാങ്ങേണ്ടതൊന്നും ആവശ്യമില്ല. നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ നിന്ന് നല്ല നല്ല സാധനങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാത്റൂം കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ഏരിയ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ ഞാനെൻ്റെ മെയിൻലി സ്കിൻ കെയർ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട്. ഈ വാഷിംഗ് മെഷീൻ നമുക്ക് ഓഫീസിൽ നിന്ന് തന്നതാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ഏരിയ ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ റെഡിയൊക്കെ ആവുന്നത് ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ ഇതാണ് നമ്മുടെ ബാത്റൂം. ഓക്കെ, ഈ ഒരു ബാത്റൂമിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻലി നമ്മുടെ നാട്ടിലെ പോലത്തെ ഒക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ ചെറുതായിരിക്കും. ഓക്കെ, നമ്മുടെ നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ചെറുതാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്നൊരു ബാത്ത് ടബാണ്. ഇവിടെ ഏത് അപ്പാർട്ട്മെന്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഈ ബാത്ത് ടബ് കാണാൻ പറ്റും. ഈ ബാത്ത് ടബ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഹോട്ട് വാട്ടറിൽ, അതായത് നമുക്ക് ഇവിടുത്തെ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഒരു ഒൺസൺ കൾച്ചർ ജപ്പാനിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അതായത് കുളി കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചൂടുവെള്ളത്തിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഈ ഒരു ബാത്ത് ടബ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാത്ത് ടബും അതുപോലെ തന്നെ എൻ്റെ ബാത്റൂം ഒക്കെ. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിൻലി എല്ലാ ജാപ്പനീസ് ഹൗസുകളിലും അല്ലെങ്കിൽ ജാപ്പനീസ് നമ്മൾ ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പിലാണ് നമുക്ക് ടോയ്ലറ്റ് കാണാൻ പറ്റുക. കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്. അവിടെ കാണുന്നതാണ് ബട്ടൺസ് ഒക്കെയാണ്. അപ്പൊ ഇത് ആണ് ഇതിന്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് സെറ്റപ്പ് വരുന്നത് കേട്ടോ. നമ്മുടെ ഒരു പക്ക ജാപ്പനീസ് ടോയ്ലറ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക. കിച്ചൺ കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലുന്നത് ഈ ഒരു ഏരിയയിലോട്ടാണ്. ഈ ഡോർ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച അതിങ്ങനെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റൂം. ഡോർ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നത് ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ലിവിങ് റൂമും ഇതാണ് എൻ്റെ ബെഡ്റൂമും പിന്നെ എൻ്റെ ഡെസ്ക്ടോപ്പ് സെറ്റപ്പ് ഇതാണ്. അങ്ങനെ മൊത്തത്തിൽ കാണുന്നത് ഇതാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ റൂം ഇങ്ങനെ എൻഡ് ചെയ്യും. ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടെല്ലാം കാണാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ മൊത്തത്തിലുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സത്യത്തിൽ ഒരാൾക്ക് താമസിക്കാൻ ഇത് മോർ ദാൻ ഇനഫ് ആണ്. ഓക്കെ, കണ്ടില്ലേ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ജാപ്പനീസ് ഫ്ലോർ, പക്ക ജാപ്പനീസ് ഫ്ലോർ അല്ല. പക്ക ജാപ്പനീസ് ഫ്ലോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തത്താമി ഫ്ലോർസ് എന്ന് പറയും. അതായത് ഒരു മാറ്റ് സെറ്റപ്പ് ആണ്. ഇത് പിന്നെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഫ്ലോറിംഗ് ആണ്. ഓക്കെ, പിന്നെ ഇതാണ് എൻ്റെ ബെഡ്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ബാഡ്മിന്റൺ റാക്കറ്റ് ഉണ്ട്. ഞാൻ വലിയൊരു പ്ലെയർ ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ അത്യാവശ്യം കളിക്കും. അപ്പം ഞാൻ വീക്ക്ലി ബാഡ്മിന്റൺ മാച്ചിന് പോകാറുണ്ട്. അപ്പം അതിൻ്റെ ബാഡ്മിന്റൺ റാക്കറ്റാണ് കാണുന്നത്. പിന്നീട് ഈ ഒരു സെറ്റി ഉണ്ട് ഇവിടെ, സോഫ. ഓക്കെ, പിന്നെ നമുക്കൊരു ടേബിൾ ഉണ്ട്, ഒരു ഗ്ലാസിന്റെ ടേബിൾ ഉണ്ട്. ഓക്കെ, പിന്നെ അവിടെ നമുക്ക് ബാൽക്കണി ഉണ്ട്. ഞാൻ ഈ മാറ്റിലോട്ട് കയറുമ്പോൾ ചെരുപ്പ് ഇടാറില്ല കേട്ടോ. ചെരുപ്പെല്ലാം അഴിച്ചിട്ടാണ് ഈ മാറ്റിലോട്ട് കയറാറ്. കാരണം ഞാനിത് അത്ര പവിത്രമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഏരിയ ആണ് ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതാണ് നമ്മുടെ സോഫ. പിന്നെ എനിക്കൊരു കുട്ടി പ്രൊജക്ടർ ഉണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ പ്രൊജക്ടർ. ഈ പ്രൊജക്ടറും സെറ്റപ്പ് എല്ലാം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ഞാൻ വലിയ റിച്ച് ആണ് കാര്യങ്ങളാണെന്നൊക്കെ. ഇതൊക്കെ ഞാൻ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ നല്ല സാധനങ്ങളാണ്, കണ്ടില്ലേ. പക്ഷേ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 4000 രൂപയുടെ സാധനം നമുക്കൊരു ഈവൻ 1000 രൂപക്ക് വരെ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ നിന്ന് കിട്ടും. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ 500 തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് ഷോപ്പ് സെറ്റിംഗ്സ് ഒക്കെ ഉള്ളത്. ഞാനൊരു ദിവസം വേണമെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. ഓക്കെ, അപ്പം ഇതെൻ്റെ ഖുറാനാണ്. പിന്നെ മറ്റാ ഫ്ലവർ ഇരിക്കുന്നത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ വാങ്ങിയിട്ടുള്ളൊരു ഫ്ലവറാണ്. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് നിങ്ങൾ എൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇതെനിക്ക് വാലന്റൈൻസ് ഡേക്ക് എൻ്റെ കൊളീഗായിട്ടുള്ള ഒരു അപ്പൂപ്പൻ തന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ചോക്ലേറ്റ്. ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സൊക്കെ വെക്കുന്ന ക്ലോസറ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു ടേബിൾ സെറ്റപ്പ് ഞാൻ എൻ്റെ ബാഗും പിന്നെ കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓക്കെ, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഡെസ്ക്ടോപ്പ് സെറ്റപ്പ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ വർക്കിൻ്റെ, അതായത് നമുക്ക് കമ്പനിയിൽ തന്നെ നമ്മുടെ വർക്കൊക്കെ കഴിയും. നമുക്ക് വീട്ടിലോട്ട് അതിൻ്റെ പ്രഷർ കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല എന്നാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്നാണ് ചെയ്യാറ്. പിന്നെ എൻ്റെ എഡിറ്റിംഗ്, വീഡിയോസിൻ്റെ എഡിറ്റിംഗും എല്ലാം ഞാൻ ഇവിടെ നിന്നാണ് ചെയ്യുക. പിന്നെ ജാപ്പനീസ് പഠിക്കുന്നതും ഇവിടെ നിന്നാണ്. അപ്പോൾ എൻ്റെ ജാപ്പനീസിൻ്റെ ബുക്സ് ആണത്. ദെൻഫോറിൻ്റെ ബുക്കാണ്. ഓക്കെ, പിന്നെ എനിക്കിങ്ങനെ ഒരു ചെയർ ഉണ്ട്. ഇതൊക്കെ ഈ ഒരു കംപ്ലീറ്റ് ടേബിൾ, ചെയർ, ഈ സെറ്റൊക്കെ ഞാൻ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എല്ലാം കംപ്ലീറ്റ്ലി സെക്കൻഡ് ഹാൻഡ് ഷോപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ബാൽക്കണിയാണ്. ഇത് ഞാൻ തുറക്കുന്നില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുൾ നനഞ്ഞിരിക്കുകയാണ്, സ്നോ മെൽട്ടായിട്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ.
ഇതാണ് നമ്മുടെ വ്യൂ വരുന്നത്. അത്യാവശ്യം നല്ല വ്യൂ ആണ്. അവിടെ ഫുള്ള് സ്നോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഹോം ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മൊത്തം എൻ്റെ റൂമാണ്. എൻ്റെ ഒരു കൊച്ചു റൂമാണ്. ഒരാൾക്ക് മാത്രം താമസിക്കാനുള്ള റൂമായതുകൊണ്ടും പിന്നെ ഞാൻ അത്ര ഡെക്കറേഷൻ കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരാളാവുന്നത് കൊണ്ടും ഞാനിവിടെ കുറേ ഒന്നും എനിക്ക് കാണിച്ചു തരാനില്ല. ഉള്ളത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇനി ഞാൻ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഹോം ടൂറ്. വളരെ ചെറിയൊരു ഹോം ടൂറാണ്. പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്, എൻ്റെ സ്ഥലം എവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ചോദ്യങ്ങൾ വരാറുണ്ട്. ഞാൻ പറ്റുന്നതിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാറുണ്ട് ആക്ച്വലി കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ എത്ര തിരക്കുള്ള സമയത്താണെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി റിപ്ലൈ തരുന്ന ഒരാളാണ്. പക്ഷേ ഇനി മൊത്തത്തിൽ ഒന്നും കൂടെ പറയാം. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ നെയിം അസ്ന ഹംസ എന്നാണ്. പിന്നെ ഞാൻ വരുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ ചെർപ്പളശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീടുള്ളത്. ആക്ച്വലി അങ്ങനെ പറയുമ്പോൾ അറിയുമെന്ന് എനിക്കറിയില്ല. പെരിന്തൽമണ്ണ എടുത്താണ്, അല്ലെങ്കിൽ ഒറ്റപ്പാലത്തിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്. ഇത് രണ്ടിൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ ഉമ്മ, ഉപ്പ, പിന്നെ 2 സിബ്ലിങ്സ് ഉണ്ട്. ഉമ്മ ബാങ്ക് എംപ്ലോയി ആണ്. ഉപ്പ ഒരു കോളേജിൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യാണ്. പിന്നെ എൻ്റെ അനിയത്തി, എൻ്റെ നേരെ താഴെ അനിയത്തിയാണ് വരുന്നത്. അനിയത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അനിയൻ ബിടെക് ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫാമിലി, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തായാലും ഈ ഒരു ഇതോടുകൂടി ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ എപ്പോഴെങ്കിലും റിപ്ലൈ തരുന്നതായിരിക്കും ഷുവറായിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.